എൻ്റെ പേര് അലീന. എൻ്റെ വീട് പാല. ഞാനിവിടെ ഉടമ്പടി വന്നെടുത്തത് 2022 നവംബർ 30 ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ ജോലിക്ക് വേണ്ടിയാണ്. ഞാനൊരു നേഴ്സാണ്. സൗദി വർക്ക് ചെയ്യുമായിരുന്നു MOHൻ്റെ അണ്ടറിൽ. 2019 ഞാൻ റിസൈൻ ചെയ്തു. എൻ്റെ കല്യാണമായിരുന്നു. അങ്ങനെ 2019 ജൂൺ 1 എൻ്റെ വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡ് ഖത്തറിലായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ സൗദിയിൽ നിന്ന് തന്നെ അതിൻ്റെ എക്സാം എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഖത്തറിലേക്ക് പോയി. അവിടെ ചെന്ന് 2020 ആയപ്പോഴത്തേനും കൊറോണ. അതിനിടയ്ക്ക് ഞാൻ പ്രഗ്നൻസി ആയി. അതിനിടയ്ക്ക് എനിക്ക് ഡെലിവറിയൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഞാൻ എല്ലാ ഏജൻസികളിലും എൻ്റെ CV എല്ലാം അപ്ലൈ ചെയ്യുകയും ഖത്തറിൽ തന്നെ ഞാൻ ഹോസ്പിറ്റൽ ഡയറക്റ്റ് പോയി മെയിൽ അയക്കുകയും CV എല്ലാം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ കൊറോണയുടെ ഇത് മൂലം അവരാരിപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അവർ ഭയങ്കര ഒരു ഡിപ്രസീവ് സ്റ്റേജിലേക്ക് ഞാൻ പോയി. കാരണം ഗ്യാപ്പ് കാരണം നമുക്ക് പിന്നെ ഒരു ജോലി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോഴൊന്നും ഈ റിക്രൂട്ട്മെൻറ്റ് ശരിക്കും തുടങ്ങിയിട്ടില്ല. പിന്നെ 2022 ഒക്കെ ആയപ്പോഴാണ് ഏകദേശം റിക്രൂട്ട്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും ഞാൻ ഏജൻസിയിൽ കൊടുത്തു. എന്നാൽ ഇൻ്റർവ്യൂ വരും, പകുതി വരെ വരും, പിന്നെ അങ്ങോട്ടൊരു പ്രോസസ്സ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, പിന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടിലെ ഞങ്ങൾ ഒരു ദിവസം ഡ്രസ്സൊക്കെ തയ്ക്കുന്ന ഒരു സ്റ്റിച്ച് ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഒരു ഹിന്ദു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ കൃപാസനമുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ കുറേ അനുഗ്രഹങ്ങൾ കിട്ടും. അങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തൊക്കെ നോക്കി. അങ്ങനെ അച്ഛൻ്റെ ടോക്സൊക്കെ കേട്ടു. പിന്നെ ഞാൻ ഒന്നും വൈകിയില്ല. കേട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ എൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള കാര്യത്തിനാണ് ഞാൻ നിയോഗം വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ നവംബർ 30 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. തിരിച്ചു പോയി ഉടമ്പടി നിബന്ധനകളെല്ലാം തന്നെ ഞാൻ പാലിച്ചു പോന്നു. അന്ന് തൊട്ട് ഞാൻ ഒരു ദിവസം പോലും മുടക്കാതെ പള്ളിയിൽ പോവുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും എല്ലാം ഞാൻ ചെല്ലുകയും രോഗി ശുശ്രൂഷയും കാരുണ്യപ്രവർത്തികളും എല്ലാം ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ വീണ്ടും ഏപ്രിൽ വന്ന് പുതുക്കി. ആ സമയത്ത് എനിക്ക് ജോസഫ് അച്ഛനെ കാണാനും അച്ഛനെ ഒന്ന് ബ്ലെസ് ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ മെയ് ഒരു പകുതി ആയപ്പോഴത്തേനും 2023 മെയ് പകുതി ആയപ്പോൾ ഒരു ഏജൻസി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അലീന ഇങ്ങനെ സൗദിക്ക് വന്നിട്ടുണ്ട്, നിനക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇന്നൊരു 5 മണി വരെ ടൈമുള്ളൂ, അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിനക്ക് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഓക്കെ എന്തായാലും കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു. ജൂൺ ആദ്യം ആയപ്പം എന്നെ ഏജൻസി വിളിച്ചു, അലീന നീ സെലക്റ്റായി, എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി വിത്ത് ഹൈ സാലറിയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ. അപ്പം ഏജൻസി പറഞ്ഞു എനിക്കൊരു ഭാഗ്യമാണ്, കാരണം ഞങ്ങളിവിടെ 100-200 പേരുടെ അപ്ലൈ ചെയ്തായിരുന്നു. അതിൽ 2 പേരാണ് സെലക്ട് ചെയ്തത്. അതിലൊരാൾ ഞാനാണ്. അങ്ങനെ ജൂണിൽ തന്നെ എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു. ജൂലൈ എൻ്റെ വിസ വന്നു. ഇന്ന് ഞാൻ സെപ്റ്റംബർ 29 നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ സൗദിക്ക് പോവുകയാണ്. അത് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതിനുവേണ്ടി ഞാൻ എൻ്റെ കൃപാസന മാതാവിനോടും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ രണ്ടാമത്തെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഡെലിവറിക്ക് ശേഷം സിസേറിയൻ ആയിരുന്നു. അതിനുശേഷം ഈ പഠിക്കുന്നതിനുമൊക്കെ ആയിട്ട് കൊച്ചിനൊരു 2 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് ഞാൻ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് പഠിക്കാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സ്പൈനലിന് ഭയങ്കര പെയിനായിരുന്നു. പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കസേരയിൽ നിന്ന് ഏക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യ. ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പോലും വയ്യാത്തൊരു സാഹചര്യം. ഞങ്ങളപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ എക്സ്റേ എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു സ്പൈനിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ കോക്കിക്സ് എന്ന് പറയും, ആ ഒരു ഭാഗത്ത് എല്ലാവരുടെയും സ്പൈനിൻ്റെ ലാസ്റ്റ് ഒരു കേർവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ നീർക്കെട്ട് കാണുന്ന സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഡോക്ടർ പറഞ്ഞു ബെൽറ്റ് ഇട്ടാൽ ശരിയാവും. അങ്ങനെ ബെൽറ്റ് വാങ്ങിച്ചിട്ടു. പക്ഷെ എന്നാലും എനിക്കത് അങ്ങോട്ട് ഓക്കെ ആയില്ല. അതിന് ശേഷം ഞാൻ വേറെ സെക്കൻഡ് ഒപ്പീനിയന് പോയാലും എനിക്കത് അങ്ങോട്ട് തീർത്തും മാറിയില്ല. ഒരു മെഡിസിൻ കഴിക്കും, പിന്നെ അങ്ങോട്ട് മാറും. അപ്പം എന്നാലും എനിക്ക് ആ വേദന പൂർണ്ണമായും മാറിയില്ലായിരുന്നു. അപ്പം ഞാനിവിടെ അന്ന് നവംബർ 30 ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞാൻ വെഞ്ചരിച്ച തൈലം പരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല, ഒരു 8-9 ദിവസം കഴിഞ്ഞ് ഞാൻ പോലും അറിഞ്ഞില്ല ആ വേദന പോയത്. ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്കിപ്പോൾ ആ വേദന വരുന്നില്ല. എനിക്കൊരു ഡൗട്ടായിട്ട് ഞാൻ തന്നെ ഇരുന്നും തിരിഞ്ഞും ഒക്കെ നോക്കി, വേദനയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ആണെങ്കിലും എനിക്ക് യാത്ര ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല, ഇത്രയും ട്രാവൽ ചെയ്യുന്നതിനും കുഴപ്പമില്ല, കൊച്ചിനെ മടി വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അതെനിക്കൊരു വലിയൊരു രോഗസഭയായിട്ട് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷി എൻ്റെ അമ്മയ്ക്ക് സോറിയാസിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പം തൊട്ടേ കാണുന്നത്, ഇപ്പോൾ ഒരു 10-30 വർഷം അതിനായിട്ട് സ്കിന്നിനെ നിന്നും മരുന്ന് വാങ്ങിക്കും.
അതിന് കയ്യിലും കാലിലും എല്ലാം നന്നായിട്ട് ചൊറിച്ചിലുണ്ട്. ചൊറിച്ചിൽ തുടങ്ങിയാൽ പിന്നെ ഭയങ്കര ചൊറിച്ചിലാണ്, ബ്ലഡ് ഒക്കെ വരും. അപ്പം ഞാൻ അന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പം തന്നെ ഞാൻ തൈലം പരട്ടി പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാൻ ഉപ്പും തേനും കൂടെ കുഴച്ച് ഞാൻ തന്നെ പരട്ടി വിശ്വാസത്തോടെ ചൊല്ലി ഞാൻ പരട്ടുമായിരുന്നു. ഇപ്പം എൻ്റെ അമ്മ പൂർണ്ണമായി സൗഖ്യമായി. ഇപ്പം അവിടുത്തെ പാടുകളെല്ലാം പോയി. ഇപ്പം പാടുകൾ തീർത്തും തന്നെ മാറി. ഇപ്പം അങ്ങനെ ചൊറിച്ചിലോ അസ്വസ്ഥതകളോ ഒന്നുമില്ല. ഇത്രയും തന്ന എൻ്റെ ദൈവത്തിനും കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.